Hi guys, welcome back to Let's Wear Malayalam. How are you all doing? Hope all of you are good. So today we are going to start the second lesson, which is so much happiness. Before going to the poem, നമുക്കിതിൻ്റെ പോയിറ്റിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. Naomi Shihab Nye. Naomi Shihab Nye is a Palestine-American poet, children's writer, essayist, and educator whose work reflects her upbringing and experiences as an Arab American. Nay has won numerous honors for her contributions to the literature for children and young adults, including the NSK Nestward Award for Children Literature in 2013. നവോമി ഷിഹാബ് നീ എന്ന് പറയുന്നത് ഒരു പലസ്തീൻ അമേരിക്കൻ പോയറ്റാണ്, അതുപോലെ തന്നെ ചിൽഡ്രൻ റൈറ്ററാണ്. സോ മെജോറിറ്റി ഓഫ് ദ റൈറ്റിംഗ് എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എഡ്യൂക്കേറ്ററാണ്. പിന്നെ അറബ് അമേരിക്കൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള അവാർഡ്സും ഓണേഴ്സും കിട്ടിയിട്ടുണ്ട്. അതിൽ മിക്കതും ചിൽഡ്രൻ ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. 2013 നെസ്റ്റ്വേർഡ് അവാർഡ് ഫോർ ചിൽഡ്രൻ ലിറ്ററേച്ചറും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലിറ്റിൽ ഡിസ്ക്രിപ്ഷൻ or overview of our poet. ഇനി നമുക്ക് പോയം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലൈഫ് ടീച്ചസ് us lessons, especially in sad and challenging times. Let's read a poem that offers such an understanding. So much happiness, നവോമി ഷിഹാബ് നെ. ഇവിടെ തുടക്കത്തിൽ തന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ ജീവിതം നമ്മളെ സാഡും ചാലഞ്ചിങ്ങുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കാറുണ്ട്. സോ നമ്മളിവിടെ എന്താണ് അത്തരത്തിലുള്ളൊരു പോയത്തിനെ പറ്റിയിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. വിത്ത് സാഡ്നെസ് ദർ ഈസ് സംതിങ് ടു റബ് അഗെയിൻസ്റ്റ്, എ വൂണ്ട് ടു ടെൻ വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. വെൻ ദ വേൾഡ് ഫാൾസ് ഇൻ അറൗണ്ട് യു, യു ഹാവ് പീസസ് ടു പിക്ക് അപ്പ്, സംതിങ് ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ് ലൈക്ക് ടിക്കറ്റ് സ്റ്റബ്സ് ഓർ ചേഞ്ച്. ഇവിടെ പോയിട്ട് എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. ഒരുപാട് ഹാപ്പിനെസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്കറിയില്ല, നമുക്ക് ഒരുപാട് സന്തോഷം വന്നാൽ നമ്മൾ എങ്ങനെയാണത് ഡീൽ ചെയ്യേണ്ടതെന്ന്. പക്ഷേ നമുക്ക് സങ്കടമാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വൂണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മുറിവ് അല്ലേ, വൂണ്ട് മീൻസ് മുറിവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോഷനും അതുപോലെ ഒരു ക്ലോത്തും എടുത്ത് അതിനെ ടെൻഡ് ചെയ്യും. നമ്മൾ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ സങ്കടമാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അതിനെ ശുശ്രൂഷിക്കാൻ പറ്റും. പക്ഷെ സന്തോഷം വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പോയിട്ട് ചോദിക്കുന്നത്. ഞാനിവിടെ ഇതിൻ്റെ സമ്മറി എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം ഇത്. സോ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. സോ ഹിയർ പോയിറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓർ എക്സ്പ്രസ് ഗ്രേറ്റ് ഹാപ്പിനെസ്. ഒരുപാട് സന്തോഷം വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാനും എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരവസ്ഥയാണ്. ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച് സങ്കടമാണെങ്കിൽ അത് ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. വൈ? അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു രീതിയുണ്ട്. ഈവൻ അതൊരു ഫിസിക്കൽ വൂണ്ടിനെ കെയർ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് 4 ലൈൻസിൽ പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻസ്. വെൻ ദ വേൾഡ് ഫാൾസ് ഇൻ അറൗണ്ട് യു, യു ഹാവ് പീസസ് ടു പിക്ക് അപ്പ്, something to hold in your hands like the ticket stubs or change. ഈ വരികളിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ജീവിതം ഭയങ്കര ഡിഫിക്കൽട്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി നടക്കുമ്പോൾ, ഇഫ് എവറിത്തിങ് ഈസ് ഫാളിങ് അപ്പാർട്ട്, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എന്തുണ്ടാവും, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. വി വിൽ ബി സ്റ്റിൽ ഹാവിങ് സംതിങ് ടു ഹോൾഡ് ഓൺ. എങ്ങനത്തെ കാര്യങ്ങൾ, സംതിങ് ലൈക്ക് ദ ഓൾഡ് മെമ്മറീസ്, നമ്മുടെ ജീവിതത്തിൽ നടന്ന പഴയ കുറച്ച് മെമ്മറീസ് ആയിരിക്കാം. അതിലൂടെ എങ്ങനെയാണ് പോയിട്ട് സൂചിപ്പിക്കുന്നത്, നമ്മുടെ പഴയ ടിക്കറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, ദ സ്റ്റബ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈവൻ ദ സ്മോൾ പീസസ് ഓഫ് ദ ടിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കോയിൻസ് ആയിരിക്കാം, പഴയ ചില ഓർമ്മകളായിരിക്കാം. അപ്പോൾ ഈ ടിക്കറ്റ് സ്റ്റബ്സും കോയിൻസും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഓൾഡ് മെമ്മറീസ് ആയിരിക്കും. സോ ഈവൻ ഇഫ് വി ആർ ഹാവിങ് എ ഡിഫിക്കൽട്ട് ടൈം, വി വിൽ ബി ഹാവിങ് സംതിങ് ഗുഡ് വിത്ത് അസ് ടു കീപ്പ് ഗോയിങ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് നമ്മളെ എന്ത് ചെയ്യും, പഴയ കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടിവേഷൻ തരും എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, ഇറ്റ് ഡസൻറ്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ.
It doesn't need anything. Happiness lands on the roof of the next house singing and disappear when it wants to. ഇവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഫ്ലോട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു കാര്യമാണ്. അത് നമ്മളിൽ തന്നെ എന്ത് ചെയ്യില്ല, ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, നേരെ മറിച്ച് ഒഴുകി നടക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് ഹാപ്പിനെസ്. അതിനെന്തില്ല, ഒരു സാധനത്തിൽ തന്നെ അത് ഹോൾഡ് ഓൺ ചെയ്തിരിക്കണമെന്നില്ല. അപ്പോൾ എന്നിൽ തന്നെ അത് നിൽക്കണമെന്നില്ല, അത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു കാര്യമാണ്. സോ ഹിയർ ദ പോയറ്റ് ഈസ് സെയിങ് ദാറ്റ് ഹാപ്പിനെസ് ഇസ് ഫ്രീ, ലൈറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അൺലൈക്ക് സാഡ്നെസ് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ഓർ കൺഫൈൻഡ്. സാഡ്നെസ് പോലെ നമുക്കത് കൺട്രോൾ ചെയ്യാനോ കൺഫൈൻ ചെയ്ത് വെക്കാനോ ഒരാളിൽ തന്നെ ഒതുക്കി വെക്കാനോ പറ്റില്ല. ഇറ്റ് കംസ് ടു അവർ ലൈഫ് നാച്ചുറലി ആൻഡ് സ്പ്രെഡ്സ് ടു അതേഴ്സ് ലൈക്ക് എ ബേർഡ് ഫ്ലൈയിങ് ഫ്രം വൺ ഹൗസ് ടു അനദർ. അതെങ്ങനെയാണ്? നമ്മുടെ ലൈഫിലേക്ക് ഇത് നാച്ചുറലായിട്ടാണ് വരിക. ഇപ്പം നമുക്ക് പോലും അറിയില്ല എപ്പോഴാണ് നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് വരിക. സ്പോണ്ടേനിയസ് ആയിട്ടത് വരും. അത് വന്നാലോ അതെങ്ങനെയാണ്? ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതല്ല. ഇറ്റ് വിൽ സ്പ്രെഡ്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സൈഡിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. എങ്ങനെയാണ് കവി പറയുന്നത് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയെപ്പോലെ ഹാപ്പിനെസ് ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആൻഡ് ഹാപ്പിനെസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മെറ്റീരിയൽ തിങ്സ്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങളിലല്ല ഹാപ്പിനെസ് ഉള്ളത്. അത് നമ്മുടെ എഫേർട്സിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെയാണുള്ളത്. ഈവൻ ഇറ്റ് കംസ് ആൻഡ് ഗോസ്, ദ ജോയ് ബ്രിങ് റിമൈൻസ് ഇൻ അവർ ഹാർട്ട്സ്. ആ ഹാപ്പിനെസ് വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും എന്താണ്, ഒരു സന്തോഷം ഉണ്ടാവും എന്നാണ് കവി പറയുന്നത്. ഇപ്പം നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ, നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, ആരെങ്കിലും വളരെയധികം നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ അവരുടെ ഹാപ്പിനെസ് എന്താണ്, നമ്മുടെയും കൂടെ ഹാപ്പിനെസ് ആയിട്ട് മാറുകയാണ്. സോ ദ ഹാപ്പിനെസ് ഈസ് ഫ്ലോട്ടിങ് ഹിയർ. അത് ഒരാളിൽ നിൽക്കാതെ എല്ലാവരിലേക്കും പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഈവൻ ദ ഫാക്ട് ദാറ്റ് യു വൺസ് ലിവ്ഡ് ഇൻ എ പീസ്ഫുൾ ട്രീ ഹൗസ് ആൻഡ് നൗ live over a quarry of noise and dust cannot make you unhappy. ഇവിടെ നമ്മുടെ പോയിറ്റ് എന്താണ് പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപോകുന്ന ഒരു സാധനമല്ല. നമ്മൾക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഹാപ്പിനെസ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല ഹാപ്പിനെസ്. നമ്മളിപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു കോറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഡസ്റ്റും പൊല്യൂഷനും ഒക്കെ നിറഞ്ഞ ഒരു കോറിയിലേക്ക് നമ്മൾ മൂവ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്ലസൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെൻറ്റോ നമ്മുടെ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസോ നമ്മളെ എന്ത് ചെയ്യില്ല, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കില്ല. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും ടേക്ക് അവേ ചെയ്യാൻ പറ്റില്ല. റിയൽ ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ നമ്മൾ എവിടെ ഉണ്ടാകുന്നു എന്നുള്ളിടത്തു നിന്നല്ല. So happiness is something that comes within, not from where we live. Everything has a life of its own. It too could wake up filled with possibilities of coffee cake and ripe peaches. ഇവിടെ നമ്മുടെ പോയിട്ട് എന്താണ് പറയുന്നത്? എവ്രിതിങ് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാത്തിനും അതിൻ്റെതായൊരു ജീവിതമുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് വെരി സിമ്പിൾ തിങ് ഓർ വെരി സ്മോൾ തിങ്, അതിനെന്താണ്, അതിൻ്റെ എക്സിസ്റ്റൻസിന്, അതിൻ്റെ വാല്യൂ, അതിനായൊരു പർപ്പസ് എല്ലാം ഉണ്ട്. ആൻഡ് എവ്രി ഡേ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ഹോപ്പ് തരുന്നതും അതേപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുന്നതും സിമ്പിൾ പ്ലഷേഴ്സ് തരുന്നതുമാണ്. ഈവൻ കോഫി കേക്ക് ആൻഡ് റൈപ്പ് പീച്ചസ് സിംബോളസൈസ് ദ സ്മോൾ ജോയ്സ് ദാറ്റ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെയാണ് ഈ കോഫി കേക്കിനെ കൊണ്ടും റൈപ്പ് പീച്ചസിനെ കൊണ്ടും ഒക്കെ ഉപമിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകാൻ എന്നാണ് പോയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് ലവ് ഈവൻ ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ്, ദ സോയിൽ, ലിനൻ ആൻഡ് സ്ക്രാച്ച് റെക്കോർഡ്സ്, സിൻസ് ദർ ഈസ് നോ പ്ലേസ് ലാർജ് ഇനഫ് ടു കണ്ടെയ്ൻ സോ മച്ച് ഹാപ്പിനെസ്. You shrug, you raise your hands and it flows out of you into everything you touch. So here the poet is saying that when a person is truly happy, they appreciate even ordinary and imperfect things. നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള, സാധാരണമായിട്ടുള്ള, ഈവൻ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളെ പോലും നമ്മൾ എന്ത് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. ആൻഡ് ഹാപ്പിനെസ് ചേഞ്ചസ് ദ വേ വി സീ എവറി ഡേ ലൈഫ്.
നമ്മളെപ്പോഴും ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതി തന്നെ മാറും എന്നാണ് പോയിട്ട് പറയുന്നത്. And also the poet is saying that happiness is so great that it can't be kept inside one person. ഹാപ്പിനെസ് അത്രയും അധികമായതുകൊണ്ട് തന്നെ നമുക്കത് ഒരാളുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുരുക്കി വെക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് അതെന്താണ് എല്ലാവരിലേക്കും ഫ്ലോട്ട് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ ബേർഡ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെയാണ് ഹാപ്പിനെസ്. അത്രയ്ക്കും അത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കവി പറയുന്നത്. ഇൻ ദ വെരി നെക്സ്റ്റ് ലൈൻസ് ഇവിടെ പോയിട്ട് എന്താണ് പറയുന്നത്, വി ജസ്റ്റ് സിംപ്ലി ആക്സെപ്റ്റ് ദ ഹാപ്പിനെസ്. നമ്മൾ ഹാപ്പിനെസ്സിനെ സിംപ്ലി ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളെന്താണ് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. നമുക്കറിയില്ല എപ്പോഴാണ് ഹാപ്പിനെസ് വരിക, എപ്പോഴാണ് ഹാപ്പിനെസ് പോവുക, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യം നടക്കുക, അത് നമുക്കറിയില്ല. ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. വി ആർ ജസ്റ്റ് ഹാപ്പി ടു ബി ഹാപ്പി. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അത് എങ്ങനെയാണ്, നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വി ഡോണ്ട് നോ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഗോയിങ്. സോ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിന് അതീതമായ കാര്യമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹാപ്പിനെസ് എങ്ങനെയാണ്, അത് നാച്ചുറലായിട്ട് സ്പ്രെഡ് ചെയ്യും എല്ലാവരിലേക്കും. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്കും വസ്തുക്കളിലേക്കും അത് നാച്ചുറലി സ്പ്രെഡ് ചെയ്യും. ഒരു നല്ല കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്ക് നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് സ്പ്രെഡിങ് അക്രോസ് എവ്രി വൺ ഹൂ ഈസ് അറൗണ്ട് അസ്. വാട്ട് ആർ ദ നെക്സ്റ്റ് ലൈൻസ്? യു ആർ നോട്ട് റെസ്പോൺസിബിൾ, യു ടേക്ക് നോ ക്രെഡിറ്റ്, as the night sky take no credit for the moon, but continue to hold it and share it, and in that way be known. നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ഈ പോയം അവസാനിപ്പിക്കുന്നത്. വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ് ആൻഡ് വി ആർ നോട്ട് ക്രിയേറ്റിംഗ് ദാറ്റ്. നമുക്കതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ അതിന് പ്രൗഡ് ആവാനോ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ നമ്മൾക്ക് പറ്റില്ല. അതെങ്ങനെയാണ്, വളരെ മനോഹരമായ നിലാവുള്ളൊരു രാത്രിയിൽ ആ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും ആ സ്കൈക്ക് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് ആ പ്രകാശിക്കുന്ന ചന്ദ്രൻ അവിടെ നിൽക്കുന്നത് ചുറ്റുമുള്ള സ്കൈ ഡാർക്ക് ആയതുകൊണ്ടല്ല, നേരെമറിച്ച് ആ ചന്ദ്രൻ്റെ ഭംഗി കൊണ്ടാണ്. സോ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ്. നമ്മൾക്കതൊരു ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. സോ ദ പോയിട്ട് ഈസ് സേയിങ് ദാറ്റ് happiness is a gift and we are not the creator of it and we can't be proud that we are happy. It's just a gift that the God gives us and we can't take the credit for our happiness. It's just like the night sky never claims that the moon's beauty belong to it. മനോഹരമായ ചന്ദ്രൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നൈറ്റ് സ്കൈൻ്റെ ഭംഗി കൊണ്ടല്ല. അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും ആ നൈറ്റ് സ്കൈക്കല്ല കിട്ടുന്നത്. അതുപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള ഹാപ്പിനെസ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇറ്റ് സിംപ്ലി അലോസ് ദ മൂൺ ടു ഷൈൻ. ആ കറുത്ത ആകാശം, ഇരുട്ടുള്ള ആകാശം എന്താണ്, ആ വെട്ടി തിളങ്ങുന്ന ചന്ദ്രനെ തിളങ്ങാൻ അനുവദിക്കുകയാണ്, ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. സോ അതുപോലെ തന്നെ എന്താണ്, പീപ്പിൾ റിമെമ്പർ അസ് നോട്ട് ബിക്കോസ് വി കീപ് ഹാപ്പിനെസ് ടു അവർ സെൽഫ് ബട്ട് ബിക്കോസ് വി ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. നമ്മളെ ആളുകൾ എങ്ങനെയാണ് ഓർക്കുന്നത്, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉള്ളിൽ വെച്ചാൽ ആരും നമ്മളെ ഓർക്കില്ല. നേരെ മറിച്ച് നമ്മളതെല്ലാവരോടും ഷെയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മളെ എല്ലാവരും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു നോട്ടോട് കൂടിയിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു പോയം ഇവിടെ പോയിട്ട് അവസാനിപ്പിക്കുന്നത്. ഈ കവിതയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൽ ഒത്തിരി സന്തോഷങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാമെന്നും സന്തോഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഓൺ ദ അതർ ഹാൻഡ് കമ്പയറിങ് ടു ദ സാഡ്നെസ് എങ്ങനെയാണ് സന്തോഷം വ്യത്യസ്തമായിരിക്കുന്നതും എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പോയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. Hope all of you understood that. If you haven't subscribed yet, please do subscribe and feel free to ask your doubts in the comment section. Thank you all for watching. Please do subscribe and enable the bell icon to get more videos.